നമുക്കിത് അറിയില്ല, എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ ചാനൽ വാർത്തകൾ, ചാനൽ വാർത്തകൾ നിങ്ങളുടെ ഭാഗ്യം ഞാനും കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് പത്രം മാതൃഭൂമി എന്ന് എഴുതിയിട്ട് മനോരമയിൽ ഒരു വാർത്ത കണ്ടു. അതായത് നമുക്ക് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും അറിയില്ല. നമുക്കറിയില്ല, നമുക്കൊരു വിവരം കിട്ടിയിട്ടുമില്ല. CPM പ്രകീർത്തി, പിന്നെ സ്വത്ത് മരവിപ്പിച്ചു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു, ശുപാർശയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യമാണ്. ഈ കരുവന്നൂർ വിഷയത്തിൽ വീണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതറിയില്ലല്ലോ, നമുക്കറിയില്ല. ഇങ്ങനെ പൊറത്തുശ്ശേരി കമ്മിറ്റിയുടെ സ്ഥലം വാങ്ങിയത് ഏറ്റവും പണിതുണ്ടോ? ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലം വാങ്ങുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ പേരും ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ പാർട്ടിക്ക് പേര്. അതാണ് അതിനെ സംബന്ധിച്ച്. വേറെ ഇതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ സാങ്കല്പികമായിട്ട് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം പറയാനും കഴിയില്ല. വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ, വേട്ടയാണല്ലോ, അതിലെന്താ തർക്കം? അതിപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ അനുഭവമല്ലേ. അപ്പം അതെന്താണെന്ന് അറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവമായിരുന്നു, പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വീണ്ടും അത് സജീവമാക്കാൻ അതറിയില്ല. സജീവമാക്കാൻ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, അതിനപ്പുറത്തെ കാര്യങ്ങൾ കഴിച്ച് നമുക്ക് അറിയട്ടെ എന്താണെന്ന് അറിയട്ടെ. ഇത് നിയമപരമായിട്ട് തന്നെ നീങ്ങും. അതേ വിഷയം വരുന്നതിനനുസരിച്ച് നീങ്ങാനല്ലേ പറ്റും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ. ഇതൊരു വേട്ടയാണ്. ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം എന്നറിയില്ല. അതിപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാം. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ, പ്രതിപക്ഷത്തിനെതിരെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവന്നൂർ വിഷയമൊക്കെ ആ രീതിയിലാണല്ലോ ഉപയോഗപ്പെടുത്തിയത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. ബാങ്കിലത്തെ പൈസ പിന്നെ പറഞ്ഞു ബാങ്കിലെ അന്ന് കൊണ്ടുപോയി മറ്റേ ബാങ്കിൽ അടക്കം കൊണ്ടുപോയി പൈസ പിടിച്ചതിനെതിരെ അല്ല, അത് മരവിപ്പിച്ചിരിക്കുകയല്ലേ, അതിപ്പോൾ കേസായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് പറയട്ടെ, അറിയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കങ്ങളുണ്ടോ ഇല്ലയോ, ഇത് ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാനങ്ങനെ മുൻകൂർ പിന്നെ പ്രതികരിക്കാനും കഴിയില്ല. എന്താണെന്ന് അറിയട്ടെ, അറിഞ്ഞിട്ടില്ല. അല്ല, ഇത് ഇന്നത്തെ ആദ്യ നേതാക്കളെയാണ് വേട്ടയാടുന്ന സ്ഥിതി ഉണ്ടായത്. ഇപ്പൊ പാർട്ടിയെ തന്നെ പ്രതികൂട്ടിലാക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത്? അറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ അങ്ങനെയാണല്ലോ. ഇത് കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ്. അത് അറിയില്ല, അറിഞ്ഞതിന് ശേഷം പറയാം. അറിയാതെ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ശരി സംഭവം വരട്ടെ, വിഷയം എന്താണെന്നറിയില്ല. അപ്പോൾ ഓക്കെ.